പ്രിയമുള്ളവരെ, ഞാൻ ചേപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വിശ്വപ്രസാദ്. ചേപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് 28 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, ജീവകാരുണ്യ പ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ അവർ നടത്തിപ്പോരുന്ന പ്രതിമാസ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിനെ സംബന്ധിച്ച് നല്ല അഭിപ്രായവും നല്ല അഭിനന്ദനവുമാണ് എനിക്ക് നേരാനുള്ളത്. ഇത് ഇന്ന് നടക്കുന്നത് 97ാമത് പ്രതിമാസ ആയുർവേദ ക്യാമ്പാണ്. ഏതാണ്ട് 8 വർഷമായി ഇത് നടന്നു പോരുന്നു. 8 വർഷമായി ഒരു മാസം പോലും മുടങ്ങാതെ നടത്തിയെടുക്കുക ഒരു ഭഗീരഥ പ്രയത്നമാണ്. ആ പ്രയത്നത്തിന് പിന്നിലുള്ള നിസ്തുലമായ പ്രവർത്തനത്തിന് പിന്നിലുള്ള ശക്തികൾ കാരുണ്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കുറേ ചെറുപ്പക്കാരാണ്. അവർ ത്യാഗോജ്ജലമായ പ്രവർത്തനത്തിലൂടെ ഈ ക്യാമ്പ് നടത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ആ സൗജന്യമായി ഒന്നും നേടാതെ കണ്ട് സ്വന്തം കയ്യിലെ പണം മുടക്കി മരുന്ന് വാങ്ങി ഡോക്ടർമാരെ എത്തിച്ച് അവരുടെ സമയവും ചെലവഴിച്ച് ഈ പ്രവർത്തനം നടത്തിയെടുക്കാൻ ശ്രമിച്ചു വരിക. ആദ്യ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 250ഓളം പേർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ കോവിഡാനന്തര കാലഘട്ടത്തിൽ അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും 100-ലധികം രോഗികളാണ്, പരിസരവാസികളായ രോഗികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. പള്ളിപ്പാട് പഞ്ചായത്തിനും ഇത് വളരെ ഉപകാരപ്രദമായി പോരുന്നു. ഇത് മാത്രമല്ല, പ്രതിമാസം ഒരു പാലിയേറ്റീവ് ക്യാമ്പയിൻ തന്നെ നടത്തുന്നുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാമിൻ്റെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് മെഡിക്കൽ ക്യാമ്പയിൻ ഈ പഞ്ചായത്തിൽ നടത്തുകയാണ്. ഓരോ മാസവും ഏതാണ്ട് 45ഓളം രോഗികളുടെ വീട്ടിൽ, ശയ്യാവലംബികളായുള്ള രോഗികളുടെ വീട്ടിൽ ചെന്ന് അവരെ പരിചരിക്കുകയും അവർക്ക് സൗജന്യമായി മരുന്ന് നൽകി പോരുകയും ചെയ്യുന്നു. അപ്പോൾ സമാന്തരമായി തന്നെ ഈ ആയുർവേദ ക്യാമ്പ് പോലെ തന്നെ സമാന്തരമായി പാലിയേറ്റീവ് ക്യാമ്പയിൻ നടത്തുവാനും മോഡേൺ മെഡിസിൻ്റെ ക്യാമ്പയിൻ നടത്തുവാനും ഇവർക്ക് കഴിയുന്നു. ഈ മഹത്തായ പ്രവർത്തനത്തെ അങ്ങേയറ്റം ശ്ലാഘിക്കുകയാണ്. ഇത് അനവരതം മുന്നോട്ട് പോകട്ടെ. ആത്യന്തികമായി അവരുടെ ഈ ആത്മാർത്ഥതയെ ഞാൻ അനുമോദിക്കുകയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് കരുത്തുണ്ടാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.